കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 95/2024 കാറ്റഗറി നമ്മൾ PS നടത്തിയ ഫീൽഡ് വർക്കർ എക്സാമിന്റെ പാർട്ട് 2 ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിന്റെയാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിന്റെയാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷിന്റെ ആത്മകഥയാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ചെനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചെനാബ് നദിയിൽ. ചെനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡാം ബഗ്ലിഹാർ ഡാം. മിയാൻഡർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത്? മിയാൻഡർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത്? നദി. താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്ത് കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദനങ്ങളോ ശിലകളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. നദി ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതാണ് മിയാൻഡറുകൾ. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയകളാണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുക് ഉരുകുന്നു. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുക് ഉരുകുന്നു എന്നിവയാണ് ഭൗതിക മാറ്റത്തെ സൂചിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ എന്നതാണ്. വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നിവ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏത്? ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ആദിത്യ L1. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ആദിത്യ L1. ആദിത്യ ലാഗജൻ പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? അയർലാൻഡ്, UK. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? അയർലാൻഡ്, UK. രാജാറാം മോഹൻ റോയിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രാജാറാം മോഹൻ റോയിയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആര്യ സമാജ സ്ഥാപകൻ എന്നതാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, സതിയെ എതിർത്തു, ആധുനിക വിദ്യാഭ്യാസം നേടി എന്നീ പ്രസ്താവനകൾ ശരിയാണ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ബ്രഹ്മസമാജം. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ത്? SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നിക്ഷേപകർക്ക് അച്ചടക്കത്തോടെ നിക്ഷേപിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു സൗകര്യമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തചക്രമണം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവേ.
3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ബി.ആർ. അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ബി.ആർ. അംബേദ്കർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ആമാശയത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസറ്റിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. വിറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവ ജ്യോതി സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്, കിരൺ സങ്കരയിനം വെണ്ടയാണ് എന്നിവയാണ്. ജ്യോതി സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്, കിരൺ സങ്കരയിനം വെണ്ടയാണ്. ഉജ്ജ്വല സങ്കരയിനം മുളകാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ നീല വിപ്ലവത്തിന്റെ പിതാവ് ഹീരാലാൽ ചൗധരി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് രാംദിയോ മിശ്ര. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ആലപ്പുഴ. കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ പാലക്കാട്, ഇടുക്കി. ലോക കണ്ടൽ ദിനം ജൂലൈ 26. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവ്. ദ്രാവകത്തിന്റെ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിന്റെ വികസിക്കാനുള്ള കഴിവ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല്. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം ഏത്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റമാണ് സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് എന്നതാണ്. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്തതും തീ പിടിക്കുന്നതുമായ വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിന്റെ സങ്കലനത്തിനും. 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ലൂയിസ് ഇ ബ്രൂസ്, മൗണ്ടി ജി ബെവേൻഡി, അലക്സി ഐ ഇക്കിമോവ്. 2024 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഡേവിസ് ബേക്കർ, ഡെമിസ് എസാബീസ്,
ജോൺ എം ജമ്പർ. ഡേവിസ് ബേക്കർക്ക് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കും ഡേമിസ് എസാബീസ്, ജോൺ എം ജമ്പർ എന്നിവർക്ക് പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിന് നൽകിയ സംഭാവനയ്ക്കുമാണ് നോബൽ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? L1 എന്നത് ലാഗ്രജൻ പോയിന്റ് 1നെ സൂചിപ്പിക്കുന്നു. L1 എന്നത് ലാഗ്രജൻ പോയിന്റ് 1നെ സൂചിപ്പിക്കുന്നു. സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ അവയുടെ രണ്ടിന്റെയും ആകർഷണം തുല്യനിലയിൽ എത്തിക്കുന്ന പ്രദേശമാണ് ലാഗ്രജൻ പോയിന്റ്. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഡെങ്കിപ്പനി. ഡ്രൈ ഡേ ആചരണത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഡെങ്കിപ്പനി. അനോഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? അനോഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം മലമ്പനി. അനോഫിലിസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം മലമ്പനി. ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ്? ക്ഷയരോഗത്തിന്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിന്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയ. ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയ. അതിറോസ്ക്ലീറോസിസ്, പ്രമേഹം, ഹൃദയാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. ഏത് വിറ്റമിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? വിറ്റമിൻ എ. വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. വിറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്. സിയുടെ സ്കർവി. ഡിയുടെ അപര്യാപ്ത രോഗം കാണ. കെയുടെ രക്തസ്രാവം. ഇയുടെ അപര്യാപ്ത രോഗം വന്ധ്യത. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായ പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയവർ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ.
2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് വിക്ടർ ആംബ്രോസ്, ഗാരി റോഫ്കിൻ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം നെതർലാൻഡ്. 2023 പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം നെതർലാൻഡ്. 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2026 ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന രാജ്യം ദ റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ. 95/2024 കാറ്റഗറി നമ്പർ PS നടത്തിയ ഫീൽഡ് വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.